എനിക്കിപ്പോഴും നമ്മുടെ കറികളുടെ പാകവും കൂട്ടും ഒന്നും അറിയില്ല. പഠിക്കാനും മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് കുക്കിംഗ് എപ്പോഴും റിസ്ക്കാ. ചിലപ്പോൾ ക്ലിക്ക് ചെയ്യും, ചിലപ്പോൾ ജോസിന്റെ കയ്യിൽ നിന്ന് നല്ല അസല് ചീത്തയും കിട്ടും. കൊച്ചിലെ തൊട്ടേ ഞാനാ വീട്ടിലെ അടുക്കളക്കാരി. എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം, എന്നാലേ വായിക്ക് നല്ല രുചിയുണ്ടാവൂ. എനിക്ക് അങ്ങനെയുള്ള യാതൊരു ദുർവാശിയും ഇല്ല. മീനിതാ, മീൻ റെഡി. അയ്യോ, ഇത് കുറെ കൂടുതലുണ്ടല്ലോ ചേ. നീ ഇത് വെച്ചുണ്ടാക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. തിന്നു തീർക്കുന്ന കാര്യം ഞങ്ങളേറ്റു അല്ലേ? നല്ല വറുത്തരച്ച കേരള മീൻകറിയുടെ ടേസ്റ്റ് ഇന്ന് താൻ അറിയും. മീൻകറി വെക്കാനേ എന്റെ പെങ്ങള് കഴിഞ്ഞേ ഉള്ളു വേറൊരാളും ഞങ്ങളുടെ നാട്ടില്. നിന്റെ മമ്മിയുടെ ഉഴപ്പ് കറികളൊന്നും ഇനി ഇവിടെ ചെലവാകത്തില്ല കേട്ടോ. കുക്ക് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട. അത് ആര് വേണമെങ്കിലും അങ്ങ് എടുത്തോട്ടെ. ഇത് വറുത്തെടുക്കണെങ്കിലേ നേരം കുറച്ച് പിടിക്കുമല്ലോ. എത്ര നേരം പിടിച്ചാലും വേണ്ടില്ല, ഇന്ന് നിന്റെ മീൻകറി കൂട്ടിയിട്ടേ ഞങ്ങൾ ഉണ്ണത്തുള്ളൂ. അല്ലടാ മക്കളെ? അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, ഇത് ഞാൻ റെഡിയാക്കാം. ഇവൾക്ക് നല്ല കൈവരിശയാ. പുറത്തെങ്ങും പോവണ്ട, ഇതൊക്കെ ഈ കവറിലിട്ടാ മതി. ഇവൾക്ക് നാട്ടിലെ ഓർമ്മയാ. ഇങ്ങ് താ മോളെ, ഞാൻ ശരിയാക്കി തരാം. വേണ്ട, എനിക്കിതൊക്കെ നല്ല ശീലം ആന്റി. ഒരു കത്തി വേണമല്ലോ. ദാ കത്തി. ഞാനും ഹെൽപ്പ് ചെയ്യാം. എന്തിനാ വെറുതെ പരിചയമില്ലാത്ത ചെയ്ത് കൈ മുറിക്കണ്ട. അപ്പുറത്തെങ്ങാനും പോയിരുന്നോ? എല്ലാം കാലാവുമ്പോ ഞങ്ങൾ വിളിക്കാം, അല്ലേ അമ്മേ? മോളെ, ഞാൻ നിനക്ക് പറ്റിയൊരു പണി തരാം. ഡിഷ് വാഷിംഗ്. ഇന്ന് അതിന്റെ ഫുൾ ചാർജ് നിനക്കാ. എന്താ, ഹാപ്പി അല്ലേ? ഞാനൊന്ന് കുളിക്കട്ടെ, നീ നടന്നു. അങ്ങനല്ല, ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ. ഹലോ, yeah, she's here. 1 minute. Bina, it's for you. Who said mom? Your name please? ജെയ്സനാ. ഞാൻ മുറിയിൽ എടുത്തോളാം. നമുക്ക് മുറിക്കാം. ഫ്രണ്ട്സ് എന്നും പറഞ്ഞൊരു 100 എണ്ണം ഉണ്ട്. ഫോൺ എടുത്താ ഒറ്റ എണ്ണം വെക്കില്ല. ഇന്നലെ രാവിലെ ഒരാൾ വിളിച്ചിരുന്നു. അവര് പറഞ്ഞ എന്താണെന്ന് എനിക്ക് തിരിഞ്ഞില്ല. ഇവൾക്ക് ഇവിടെയുള്ള സായിപ്പുമാരായിട്ടാണോ കൂടുതൽ കൂട്ട്? അവളുടെ ക്ലാസ്മേറ്റ്സ് അല്ലേ സുമി? ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്താ ബീന പഠിക്കുന്നെന്നാണല്ലോ ഇച്ചായൻ പറഞ്ഞത്. എന്ന് കരുതി അമേരിക്കക്കാരോട് മിണ്ടാൻ പാടില്ല, പെരുമാറാൻ പാടില്ല എന്നൊന്നും വാശി പിടിക്കാൻ ഒക്കില്ലല്ലോ. അവരും മനുഷ്യരല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ അല്ലല്ലോ. ബീന ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയല്ലേ. ആന്റി, ആന്റി പൊയ്ക്കോളൂ. അമ്മ ഉള്ളി എരിയാൻ തുടങ്ങിയ ആന്റിയുടെ കണ്ണ് നീറും. ശരി സുമി, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണേ. ഉള്ളി അരിയുന്നതിന് മുമ്പേ അമ്മയുടെ കണ്ണ് നിറഞ്ഞോ? ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ് ബീന. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അത് മനസ്സിലുറപ്പിക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അമ്മ മറന്നുപോയോ? ഇനി അത് മറക്കരുത്. നല്ല കുട്ടിയായിട്ട് ജോലി ചെയ്യണം. This is capital. ഒരു 2 മൈലിനുള്ളിൽ ഒത്തിരി ഹിസ്റ്റോറിക് പ്ലേസസ് ഉണ്ട് ഇവിടെ. ഇച്ചായനെ ഒന്ന് വിളിച്ചു നോക്കിയല്ലേ മോളെ? നോ യൂസ്. രാവിലത്തെ തിരക്ക് കണ്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇന്ന് ഇനി ഡാഡിയെ കിട്ടില്ല എന്ന്. ലുക്ക് ബിന്ദു, മോളെ, ദിസ് ഇസ് വാഷിംഗ്ടൺ ആർട്ട് ഗാലറി. ക്ലാസിക് പെയിന്റിങ്സിന്റെ കംപ്ലീറ്റ് കളക്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയുള്ള ഗാലറീസ് മുഴുവൻ കണ്ടു തീർക്കണമെങ്കിൽ ആഴ്ചകളെടുക്കും. ദേ ആർ ഹ്യൂജ്. ഇവിടുത്തെ ഒരു ആർട്ട് ഗാലറിയിൽ ഞാൻ വോളണ്ടിയർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാ ശമ്പളം ഇല്ലാത്ത ജോലി. അവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഗൈഡൻസ് കൊടുക്കുക, ഡയറക്ട് ദം ടു പ്ലേസസ്, അങ്ങനെ ചില്ലറ പണി. ഇത്ര ചെറുപ്പത്തിലെ ജോലി ചെയ്യേ? സോ വാട്ട്, ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു സുഖല്ലേ? യെസ് മാം. നിങ്ങളിത് എവിടെ എത്തി? ക്യാപിറ്റൽ. ഡോണ്ട് വറി മാം, വി ആർ ഫൈൻ. നിന്റെ ഈ ഈസി ഗോയിങ് നേച്ചർ എനിക്ക് പേടി. ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ മോളെ. മാം. ഓക്കെ, ആസ് യു വിഷ്. അല്ല, ഇന്ന് എന്താ നിങ്ങളുടെ പ്രോഗ്രാം? നത്തിങ് മച്ച്. കുറച്ച് കറക്കം, നല്ലൊരു ലഞ്ച്, സ്മോൾ പർച്ചേസിംഗ്. വിൽ ബി ബാക്ക് ബിഫോർ ഈവനിങ്, ഓക്കെ? മമ്മി എത്തുന്നതിന് മുമ്പ്. ഓക്കെ പോരെ? ഓക്കെ സ്വീറ്റ് ഹാർട്ട്, ഹാവ് എ ഗ്രേറ്റ് ടൈം. ആ, നീ ഫോണൊന്ന് സുമിക്ക് കൊടുത്തേ. മമ്മിയാ, ആന്റിയെ ചോദിക്കുന്നു. എന്താ ആൻസി?
ഓഫീസിൽ നിന്ന് ഒരു രീതിയിലും ഒന്ന് മാറി നിൽക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വരാത്തെ. രാവിലെ സുമിയൊന്ന് കാണാനും പറ്റിയില്ല. വിഷമമൊന്നും തോന്നരുത്. ഏയ് അതെന്തിനാ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ആ, ടേക്ക് സം സ്നാപ്സ് ഓൾസോ. ബീനോട് ക്യാമറ എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചേ. ക്യാമറ എടുത്തിട്ടുണ്ടോ എന്ന്? യെസ്, റൈറ്റ് ഹിയർ. ഉണ്ട്. ആ, ഓക്കെ. ഓക്കെ, ശരി സുമി. ഓക്കെ, ഹാവ് എ നൈസ് ടൈം. ബൈ. ഹാ, മമ്മി പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട. നിന്നെ ലിറ്റിൽ ബിറ്റ് ഫ്രം ദി ബാക്ക്. ഓക്കെ, സ്മൈൽ. പെർഫെക്റ്റ്. ഇവിടെ അപ്പാപ്പനും ബീനയും പ്രാർത്ഥിക്കുന്നതേ കണ്ടിട്ടില്ല, അല്ലേ അമ്മേ? പുതിയ ശീലങ്ങളൊന്നും നമ്മളായിട്ട് വേണ്ട. ഓരോരുത്തർക്ക് അവരവരുടെ ഭക്തി, അതത്ര തന്നെ വേണ്ടു. നമ്മൾ ഇന്നൊരു ആർട്ട് ഗാലറി കണ്ടില്ലേ? ഉം. അതിനെക്കുറിച്ചാ ഞാൻ അമ്മയോട് പണ്ട് പറഞ്ഞത്. ലോകത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ പെയിന്റിങ്സും അവിടെയാ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ആരൊക്കെയോ ചെയ്ത സുഹൃതം. അല്ലെങ്കിൽ ഇതൊക്കെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമെന്ന് കരുതിയതാണോ നമ്മള്? ഈ കോളേജിൽ അഡ്മിഷൻ ശരിയായില്ലെങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്നാ ജോസപ്പാപ്പൻ പറയുന്നേ. ഒക്കെ ശരിയാവും. ഇതിനേക്കാളും വലിയ പരീക്ഷകളൊക്കെ പാസ്സായതല്ലേ നീ? പിന്നാണോ ഇത്? അമ്മയ്ക്ക് ബീന എടുത്തുന്ന ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്റെ പൊന്നുമോക്ക് ഇതുവരെ ഒരു കഷ്ണം തുണി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇന്നവൾ എനിക്ക് വാങ്ങിച്ചു തന്നു. ഭാഗ്യമെന്നാണോ ശാപം എന്നാണോ ഇതിനെ വിളിക്കുക? അമ്മേ, വല്ലാത്തൊരു യോഗം തന്നെയാ ഇത്. അവള് കൺമുമ്പിൽ കിടന്ന് ആൻസി മമ്മി എന്ന് വിളിക്ക. പ്രസവിച്ച ഞാൻ അവൾക്ക് വെറൊരു ആന്റി. ഇങ്ങനൊരു സംസാരം ഇവിടെ വന്നിട്ടുണ്ടാവില്ലെന്ന് അമ്മ എനിക്ക് വാക്ക് തന്നല്ലേ? അതെ, പക്ഷെ എന്റെ മനസ്സ് ആരോടെങ്കിലും ഒന്ന് തുറന്നു കാട്ടണ്ടേ മോളെ? നിനക്കും അതൊരു ബുദ്ധിമുട്ടായോ? അവളുടെ സുഖത്തില് സൗകര്യത്തില് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? വേണമെങ്കിൽ ഇത്തിരി അസൂയൊക്കെ ആവാം, അത്രേ പാടുള്ളൂ. കേട്ടല്ലോ? താങ്ക്സ്. നിനക്കിനി വേണം എന്തു? വേണ്ട, ഞാൻ ബ്രെഡ് കഴിച്ചോളാം. മോൾക്കോ? ആ, വൺ മോർ പ്ലീസ്. ആഹാ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുശാലാണല്ലോ. അതെ, എനിക്ക് മാത്രം സ്പെഷ്യൽ ദോശ. ബീന സ്പെഷ്യൽ. ദേ, ഉള്ള ഓയിൽ മുഴുവൻ വലിച്ചു വാരി കഴിക്കണം. പിന്നെ എന്നെ പോലെ വണ്ണം വെക്കും പറഞ്ഞേക്കാം. Come on, Mom. ഈ ചൈന ദോശ വേണോ? വേണ്ട, എനിക്കിത് തന്നെ ധാരാളം. മോൾക്ക് ഒരെണ്ണം കൂടി എടുക്കട്ടെ? വയറ് ഫുള്ള. ഒരെണ്ണത്തിനും കൂടിയുള്ള മാവുണ്ട്, ഒരെണ്ണം കൂടി കഴിക്കേ. ഓക്കേ. ദേ, അരി പൊടിച്ച ഇവിടെ തന്നെ മാവരിക്കാം. പാക്കറ്റിൽ കിട്ടുന്നതിനൊക്കെ അത്രയ്ക്കുള്ള ഗുണം ഉണ്ടാവൂ. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ സുമി? ദേ, പുതിയ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചാലേ പിന്നെ സുമിക്ക് തന്നെ ശല്യാവും. Mom. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറ്റുള്ളവർ കഴിക്കുന്ന കാണാനാ എനിക്കിഷ്ടം. ദേ, നിന്റെ ഡാഡിക്ക് ഇതുപോലെ ദിവസം ചൂടുള്ള ദോശ ചുട്ടു കൊടുക്കായിരുന്നു ഞാൻ. ഒന്ന് കരിഞ്ഞ പിന്നെ കഴിക്കില്ല. അത്രയ്ക്ക് വാശിയായിരുന്നു ചൈന. Dad, very bad. ദോശ. അയ്യോ, ശോ, ഇവളുടെ ഒരു കാര്യം ഒരിടത്തും സ്വസ്ഥമായിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും എന്നേലും പണിയാ. ആ, താനൊന്നും കഴിക്കുന്നില്ലേ? നോ, ഐ എം ഓൺ ഡയറ്റ്. കുറച്ച് കരിഞ്ഞു പോയി. It's okay, Auntie. ഞാൻ ഡാഡെ പോലല്ല. എടേ, അയ്യോ, ലേറ്റ് ആവുന്നു. ബിന്ദു, എല്ലാം റെഡിയല്ലേ? ആ, അതെ ആന്റി. ആ, കഴിച്ചിട്ട് എണീക്കുമ്പോളെ ഇനി സമയമുണ്ടല്ലോ. എനിക്ക് മതിയാ പാപ്പ. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ, എന്നെ അനുഗ്രഹിക്കണം. മോള് നന്നായിട്ട് വരും. അപ്പാപ്പ, അല്ല, ഇപ്പൊ ഇത് എന്തായത്? എന്റെ മോൾക്ക് എന്തിനാ എന്നോട് ഇങ്ങനെ ഫോർമാലിറ്റി? പിന്നെ കണ്ടു പഠിക്കുന്നേ. ഇതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഗുരുത്വോ? What's that, Dad? അതെ, പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങളെ. What's so funny? ഗുരുത്വം എന്ന് പറഞ്ഞാ നല്ല അനുസരണയുള്ള കുട്ടി.
എന്റെ മോള് നല്ല അസല് കുട്ടിയല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക ഡാഡിക്കും മമ്മിക്കും. They always underestimate me. ഓക്കെ ബിന്ദു, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ആൻസി, ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇവൾക്കിവിടെ പരിചയമൊന്നും ഇല്ലാത്തതാ. പേടിക്കണ്ട സുമി, എന്റെ ഓഫീസിൽ നിന്ന് കഷ്ടിച്ച് 1 മൈലേ ഉള്ളൂ ഇവിടെ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഞാൻ നോക്കിക്കോളാം. പോം. പോയിട്ടു. Bye, auntie. ബൈ. നമ്മൾ നേരത്തെ മോളെ, ഇതാ നിന്റെ കോളേജ്. യാ, ഐ എം ഓൺ മൈ വേ. യാ, വി ഷൽ ഡിസൈഡ് ഓൺ ദാറ്റ്. ഷാർപ്പ് 10. യാ, ഓക്കെ. മോളെ, ആന്റിക്ക് ലേറ്റ് ആവുന്ന. ആന്റി പൊയ്ക്കോളൂ, കോളേജ് എത്തിയല്ലോ. ഇനി ഞാൻ മാനേജ് ചെയ്തോളാം. അരിഷോ? ഷുവർ ആന്റി, ഞാൻ കാരണം വൈകണ്ട. ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ചാൽ മതി. ഇവിടുന്ന് നോക്കിയാൽ കാണാം എന്റെ ഓഫീസ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ ഫസ്റ്റ് റൈറ്റ്, എഗെയിൻ റൈറ്റ്, അവിടെ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ്. മനസ്സിലായോ? റൈറ്റ്, എഗെയിൻ റൈറ്റ്, ഫസ്റ്റ് ബിൽഡിംഗ്. യാ, എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആന്റി. ബൈ. ഹലോ, ഞാനാ മീര. വാട്ട് ഹാപ്പൻ ദേർ? എത്ര പ്രാവശ്യമായി ഞാൻ നിന്നെ വിളിക്കുന്നു. നീ എന്താ എന്നോട് സംസാരിക്കാത്തെ? ആരാ ഫോണില്? ഏതോ റോങ് നമ്പരാ. ഈടെയായിട്ട് റോങ് നമ്പർ കൂടുന്നുണ്ട്. അതെ, ഞാനൊന്ന് പുറത്തു പോവാ. ആ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോ ഉണ്ണി. ഇതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇതൊക്കെ വീട്ടിൽ നിൽക്കുമ്പോ ഇട്ടാ മതി. പുറത്തു പോകുമ്പോ നീറ്റായി ഡ്രസ് ചെയ്യണം. എന്താ ഇന്ന് പതിവില്ലാത്തൊരു സ്നേഹം? ആ, അല്ലെങ്കിൽ എന്താ സ്നേഹം ഇല്ലേ? ആവോ. മാറി നിക്ക്, ഞാൻ ഓ, എടുത്തേ. എടുക്ക് എടുക്ക്. ഇതിട്ടാ മതി. ഓ, അടിയൻ. പിടിക്ക്. എന്തൊരു പങ്കപ്പാടാ ഇത്. ഞാൻ എടുക്കാം എനിക്കാ. ഹലോ, ഉണ്ട്, കൊടുക്കാം. ഇതാ ഉണ്ണിക്ക. ഒരു ഫോൺ വരുമ്പോ ഇത്രക്ക് ടെൻഷൻ എന്തിനാടി? ഹലോ, ആ ഉണ്ണിയാ? ഞാൻ താ വരുന്നു. അവിടെ തന്നെ ഉണ്ടാവില്ലേ? മൊബൈലൊന്നും ഇല്ലപ്പാ, ഞാനങ്ങ് എത്തിക്കോളാം. ഓക്കെ. നാട്ടിന്നേ ഒരു പഴയ പുള്ളി ലാൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി ആകെ ഒരു നൊസ്റ്റാൾജിക് മൂഡിലാ. ആലുവ മണപ്പുറത്ത് കണ്ടവരെ വരെ ഇന്നത്തെ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. ഉണ്ണി പാർട്ടിക്ക് പോവാ? അതും തനിച്ച്? എന്നെ കൊണ്ടുപോവില്ലേ? എടീ, നിനക്ക് ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് പോസ്റ്റ്പോൺ ചെയ്യാലോ. ഞാനും വരുന്നു, ഒരു 10 മിനിറ്റ്. എടീ, നിനക്ക് പറ്റിയ കമ്പനി ഒന്നും ഉണ്ടാവില്ല അവിടെ. ഒക്കെ തറ പാർട്ടീസ് ആവും. വെറുതെ നിനക്ക് ബോറടിക്കും. ഒന്നുമില്ല ഉണ്ണി, ഉണ്ണിയുടെ ഫ്രണ്ട്സ് അല്ലേ. ഞാൻ ദാ വരുന്നു. ഹലോ അമ്മേ, ഞാനാ.
ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? അതൊക്കെ ശരിയായി. പക്ഷേ തിരിച്ചു വരുന്ന വഴി എനിക്ക് വഴി തെറ്റി. ആന്റിയുടെ ഓഫീസ് എവിടെയാന്ന് എനിക്ക് ഒരു പിടിയില്ല. എനിക്ക് പേടിയാവുന്നമ്മേ. മോളെ നീ ഇപ്പൊ എവിടെയാ? എനിക്കറിയില്ല. ആന്റിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും ഒരുപോലെയാ. നീ പേടിക്കാതെ മോളെ, ഞാൻ ഇച്ചായനെ വിളിച്ചു പറയാം. അപ്പാപ്പന്റെ മൊബൈൽ നമ്പർ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ വിളിച്ചോളാം. എത്രയാന്ന് വെച്ചാ അമ്മ പറ. എത്ര? ഹലോ, ജോസ് ചായനാണോ? അതെ. ഞാൻ സുമിയ ചായ. നീ എന്താ വല്ലാതെ വീട്ടിൽ ഒറ്റക്കിരുന്ന് പേടിച്ചോ? അല്ല ചായ, ബിന്ദു ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവൾ ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയാതെ ആകെ പേടിച്ചു നിൽക്കുക. ആ, നീ എന്തിനാ പേടിക്കുന്നേ? ആൻസി അവിടെ ചെന്ന് പിക്കാന്നല്ലേ പറഞ്ഞത്? ആൻസി ചെല്ലേണ്ട സമയമൊക്കെ കഴിഞ്ഞു ചായ. കാത്തു നിന്ന് കാണാതായപ്പോ അവൾ ആൻസിയെ വിളിച്ചു. ഏതായാലും നീ പേടിക്കാതെ ധൈര്യമായിരിക്കെ. ആൻസി അവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ പോയി ബിന്ദുവിനെ പിക്ക് ചെയ്തോളാം. ശരി ചായ. എന്താ മോളെ, എന്താ നിനക്ക് പറ്റി? ഒന്നുമില്ല അമ്മേ, ഞാൻ വെറുതെ പേടിച്ചതാ. അമ്മയുടെ ജീവൻ പോയി. ദേ, കരച്ചിൽ കഴിഞ്ഞെങ്കിൽ ഒരു ഗ്ലാഡ് ന്യൂസ് പറയാം. ഇവളുടെ അഡ്മിഷൻ ശരിയായി. കരഞ്ഞാ സന്തോഷം ഇല്ലാതാക്കലേ പെങ്ങളെ. നീ ജയിക്കൂ, നീ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. ഈ അമ്മ ഇങ്ങനെയാ പാപ്പ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ കരച്ചില്ല. ആ, എന്നാ ഞാൻ ഓഫീസ് ചെല്ലട്ടെ. ആ, ഇന്ന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ, നല്ല ഗ്രാൻഡ് ആയിട്ട്. അത് ബീനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അറേഞ്ച്മെന്റ്സിന്റെ കാര്യത്തിൽ അവളെ മിടുക്കി. നിങ്ങൾ കയറി കഥ അടച്ചോ, ചെല്ലേ. സോറി മോളെ. എനിവേ കൺഗ്രാറ്റ്സ്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. തിരക്കിനിടയിൽ നിന്റെ കാര്യം മറന്നുപോയിട്ടോ. നല്ല കാര്യായി. ഞാൻ പേടിച്ചുപോയി. ഓ സോറി സോറി സോറി. സാരമില്ലെന്നേ, ഒന്നും പറ്റാതെ ഇവിളിങ്ങി തിരിച്ചെത്തിയല്ലോ, അത് മതി. അല്ല, നിനക്കെന്നോ കോളേജ് ജോയിൻ ചെയ്യണ്ടേ? അധികം താമസമില്ല, അവരറിയിക്കും. ഭാഗ്യായി. ഇവള് ഹോസ്റ്റലിൽ വല്ലതും നിൽക്കേണ്ടി വന്നിരുന്നെങ്കിൽ സുമിക്കതൊരു മനപ്രയാസമായേനെ. നിങ്ങൾ രണ്ടുപേരും പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. ഇല്ല, ഇവളുകൂടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു എന്റെ ജീവിതം? ആ നോക്കട്ടെ, നീ വരച്ചതാ? ആ, അസലായിട്ടുണ്ട് കേട്ടോ. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ വരച്ചതാ. കലാകാരി തന്നെ. മീരയുടെ ഡാൻസ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ബീന പറഞ്ഞിരുന്നു. ആ, ജോസ് ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇവിടെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അല്ല, എന്തു പറ്റിയെന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരാൻ? അതിന്റെ മറുപടിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ആ, ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിക്കേ. ജോസ് കഴിച്ചിട്ടുണ്ടോ? പകൽ സമയത്തുള്ള ഡ്രിങ്കിങ് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഐ ആം നോട്ട് ഡ്രങ്ക്. തനിക്ക് തോന്നുന്നതാ. തോന്നലുകളാണല്ലോ അല്ലെങ്കിൽ ഈയിടെയായിട്ട് കൂടുതൽ. ജോസ് എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഇവളെ ഓർക്കാതിരിക്കാൻ മാത്രം എന്ത് തിരക്കായിരുന്നു തനിക്ക് ഓഫീസില്? ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. അങ്ങനെ ഒരു കുറ്റസമ്മതമല്ല എനിക്ക് കേൾക്കേണ്ടത്. വേണ്ട, ഇനി അത് പറഞ്ഞു വലുതാക്കണ്ട. ഏതായാലും അവള് കുഴപ്പം കൂടാതെ ഇവിടെ എത്തിയല്ലോ. യു ഷട്ട് അപ്പ്. ഞങ്ങൾ സംസാരിക്കുമ്പോ ഇടക്കേറി പറയല്ലേ പെങ്ങളെ. സത്യ ജോസ്, ഓഫീസിലെ തിരക്ക് കാരണം ഞാൻ മറന്നുപോയതാ. അല്ലാതെ ബിന്ദുവിനെ കൂട്ടാതിരുന്നത് മനഃപൂർവ്വമാണെന്നാണ് ഈ പറയുന്നത്. അതെ, നീ മറന്നുപോവും. നിന്റെ സ്വന്തം മോള് ബീനയായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു. ജോസ് പ്ലീസ്, ഇതിന്റെ പേരിൽ വെറുതെ കഥകൾ ഉണ്ടാക്കണ്ട. കഥയല്ല, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഡിഫറൻസ് ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവില്ല നിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ബെറ്റർ ഡോണ്ട് ലിങ്കർ ഓൺ ഇറ്റ്. ഐ ഡോണ്ട് കെയർ. എനിക്ക് ആരോടൊന്നും ജസ്റ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് വരെ ഈ വീട്ടിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ആരോ ചെവി കടിച്ചു പറിച്ചെന്ന് കരുതി യു കനോട്ട് ബി ബ്ലൈൻഡ് ജോസ്. ആരെയാ നീ ഉദ്ദേശിച്ചത്? ഇവളോ? ഇവളെ നിനക്കറിയില്ല. എന്താ ഇതൊക്കെ? വേണ്ട, പെങ്ങളെ അങ്ങ് പ്രതിഷ്ഠിച്ച് ദൈവങ്ങളുടെ കൂടെ ഒന്നും കൊണ്ടേ ഇരുത്തണ്ട. എനിക്കറിയാം ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ്. Shut your bloody mouth, I say. Dad, what's wrong, Dad? ഇവിടെ എന്താ പ്രശ്നം? What, ma?
ഇങ്ങനൊരു വഴക്ക് ഐ ഹാവ് നെവർ സീൻ ദിസ് ബിഫോർ. വാട്ട് ഹാപ്പൻഡ് ഡാഡ്? നത്തിങ് മോളെ. എന്താ ആന്റി? ബിന്ദുവിനെ കോളേജിൽ നിന്ന് വിളിക്കാൻ ആൻസി മറന്നു. ഞങ്ങളൊക്കെ പേടിച്ചു. Come on, Bindu, you're a grown up girl now. അതിന്റെ പേരില് എന്റെ മമ്മിയും ഡാഡിയും വഴക്ക് കൂടിക്കണോ? അയ്യോ മോളെ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല. Enough. എന്റെ മമ്മിയും ഡാഡിയും വഴക്ക് കൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് ആര് റെസ്പോൺസിബിൾ ആയാലും I hate them. I just hate them. Dad, don't be so silly. No more. Enough for today. It's a small thing. എന്തുണ്ടായി മമ്മിയോട് ഇത്ര വഴക്കിടാൻ? ഇതല്ല റിയൽ ഇഷ്യൂ. There is something else behind this. ഞാൻ അറിയാത്ത എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. നത്തിങ്. ഞാനെന്തോ പെട്ടെന്ന് അപ്സെറ്റ് ആയി മോളെ. ദാറ്റ്സ് ഓൾ. Dad, it's bad. ഇത്രയും ചെറിയ ലൈഫ് അത് നമ്മൾ വഴക്കിടാതെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്താപ്പോ എല്ലാം മറന്നു പോയോ? സോറി മോളെ. സോറി എന്നോടല്ല പറയാൻ. യു ടെൽ ദാറ്റ് ടു മാം. I will settle it. Good. I don't want to see you fight anymore. Okay? Good, Dad. Now you can have a small sip. Thank you. Good night. I am sorry, Nancy. I am really sorry. എന്നാലും ഞാൻ ബിന്ദുവിനോട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഹൗ ക്യാൻ യു ഈവൻ ഇമാജിൻ ദാറ്റ്? മനഃപൂർവ്വമല്ലെന്നറിയാം, ബട്ട് നമ്മളത് ഓർക്കേണ്ടതല്ല ആൻസി. പാവമല്ലേ അവളും സുമിയും. ഓഫീസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, ഒരു റഷ്യൻ ഡെലിഗേറ്റിന്റെ ക്വറീസ്. ഐ വാസ് ഓൾറെഡി മാഡ്. ഐ നോ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊരു വിഷയമായി നമുക്കിടയിൽ വേണ്ട. നമ്മളെന്ന് പറയുമ്പോൾ സുമിയും ബിന്ദുവും എല്ലാവരും. സുമിയെ എനിക്കറിയാം. ഷീസ് എ സ്ട്രോങ് പേഴ്സൺ. പക്ഷേ അതുപോലെ ചില കാര്യങ്ങളിൽ വളരെ ഡെലിക്കേറ്റാണ് താനും. അവൾ എന്നോട് നിന്നെക്കുറിച്ച് എന്ത് പരാതി പറയാനാണ് ആൻസി? ഇറ്റ് വാസ് ഓൾ മീ. എനിവേ, പ്ലീസ് ഫോർഗെറ്റ് ഇറ്റ്. സുമിക്കും വിഷമമായി. നമുക്ക് എങ്ങോട്ടെങ്കിലും ഔട്ടിങ്ങിന് പോയാലോ? ഡിന്നർ പുറത്തുനിന്നാവാം. ഈ സമയത്ത് ഇത് എവിടെ പോവാനാ? എനിക്കാണെങ്കിൽ നാളെ നേരത്തെ ഓഫീസിലെത്തേണ്ടതാ. ആ, സുമിയും ബിന്ദുവിനെയും റീത്ത് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് കുറേ നാളായി. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഇത്രയും ഷോർട്ട് നോട്ടീസ്? റീത്തയ്ക്ക് അതൊന്നും പ്രശ്നമല്ലെന്നേ, ഞാൻ വിളിച്ചു നോക്കാം. ഓക്കേ. അയ്യയ്യേ, എന്റെ പെങ്ങളെ, നീയും ആൻസിയും തമ്മിൽ പിണങ്ങിയിരിക്കുകയാണോ? എടി, ആൻസി അങ്ങനെ ഒരു ദേഷ്യത്തിന് വായി തോന്നൊക്കെ അങ്ങ് വിളിച്ചു പറയും. ഒന്നും മനസ്സിൽ വെക്കില്ല. ഒന്നുമില്ലടി. ഞങ്ങൾ കാരണം ഇച്ചാന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇവളുടെ ഒരു കാര്യം, പണ്ടത്തെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ലേ? ചെറിയ കാര്യം മതി പിണങ്ങാൻ. ഞാനിനി കോളേജിൽ തനിയെ പൊക്കോളാം അപ്പാപ്പ. ഇനി എനിക്ക് വഴി തെറ്റില്ല. മോളെ, നീ ഇങ്ങ് വന്നേ, അപ്പാപ്പൻ ചോദിക്കട്ടെ. എന്റെ മോള് വലിയ ഡാൻസുകാരിയാണെന്ന് അപ്പാപ്പൻ കേട്ടല്ലോ. ശരിയാണ്. ഇനി തൊട്ട് ഡാൻസ് ക്ലാസ്സിൽ ബീനയുടെ ഒപ്പം മോളും പോണം, കേട്ടല്ലോ? ആ ടീച്ചർ നിർബന്ധിച്ചപ്പോ ഒന്ന് കളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അന്ന് നാട്ടിലെ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ അമ്മ ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോ ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതാ. ഇനി വേണ്ട. ഇപ്പോ അപ്പാപ്പന് കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മക്കളെ. തൽക്കാലം പഠിത്തം മാത്രം മതി.
അതിൽ ശ്രദ്ധിക്കട്ടെ. ഒരു നേരം പോക്കിന് വേണ്ടി കളയാൻ ബീനെ പോലെ എനിക്ക് സമയമില്ല പാപ്പ. പഠിച്ച് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടണം. ആ അപ്പാപ്പൻ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഒരു അടുത്ത ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടില് നമ്മളെ എല്ലാവരും ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആവണം. ഞങ്ങൾ വരുന്നില്ല പാപ്പ, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. നല്ല ചുട്ട അടി കിട്ടും പെണ്ണെ. നിങ്ങളെയാണ് റീത്ത പ്രത്യേകം വിളിച്ചിരിക്കുന്നത്. പെട്ടെന്ന് റെഡി ആവണം കേട്ടോ. സുമിയോടും കൂടെയാ പറയുന്നേ. ആ ഇനി ഒരു ഒഴിവൊഴിവും പറയണ്ട. ആൻസി റീത്തോട് വാക്ക് കൊടുത്തിരിക്കുക. പെട്ടെന്ന് റെഡിയാവും. എളുപ്പം എളുപ്പം. അമ്മേ, നമുക്ക് പോവാം മോളെ. അപ്പാപ്പൻ പറഞ്ഞതല്ലേ, മോള് പോയി റെഡിയാക്. ചെല്ലേ. ഹായ് ജെയ്സൺ, Hi. കം ഇൻ. Okay. സുമി, ഇത് ബീനയുടെ ഫ്രണ്ടാ ജെയ്സൺ. അവർ റിലേറ്റീവ്സ് Ah, സുമി hi. ആൻഡ് ബിന്ദു. Hi. ഹായ്. ഡു യു വാണ്ട് ടു ഡ്രിങ്ക് സംതിങ്? No, Auntie. We're already late. Where's Beena? ഷീസ് ഗെറ്റിംഗ് റെഡി. Oh no. We can't be late today. I have to hurry her up. ഓക്കെ ഫൈൻ. Okay? എന്താ അയാൾ ഇവിടെ? അവര് ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്നൊരു പാർട്ടി പ്ലാൻ ചെയ്തിരിക്കുക. ബീനെ പിക്ക് ചെയ്യാൻ വന്നതാ ജെയ്സൺ. ഈ ചെറുക്കന്റെ കൂടെ തനിയെ ബെനിമോള് പോവോ? അവള് പൊയ്ക്കോളും. ഇവിടെ അടുത്ത് തന്നെയാ പാർട്ടി. പിന്നെ ദൂരെ വല്ലയിടത്തും ആണെങ്കിൽ ഞാനോ ജോസോ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അവളെ സിറ്റിയിൽ ഒറ്റയ്ക്ക് വിടാൻ ഇപ്പോഴും ജോസിന് ധൈര്യമായിട്ടില്ല. Oh, it's getting late. Bye, Ma. Bye. Bye. ബൈ. വേഗം പോവാ, നിങ്ങൾ റെഡിയാവൂ. Hey, come on, baby. Quick.